ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. ജനപ്രതിനിധികൾ കൊണ്ടുവരുന്ന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയണമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലേക്ക് എം.പി. ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം.പി. 28,45,000 രൂപയാണ് 53 സീറ്റുള്ള ബസ്സിന് അനുവദിച്ചത്. നേരത്തെ കോളേജിൽ സന്ദർശനത്തിനിടെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു ബസ് അനുവദിക്കപ്പെട്ടത്. ബസിന്റെ താക്കോൽദാനവും ആദ്യയാത്രയുടെ ഫ്ളാഗ് ഓഫും എം.പി. നിർവഹിച്ചു. ഫണ്ട് അനുവദിച്ചു, ഇവിടെ ഫ്ലക്സ് ബോർഡ് മാത്രമേ ഉള്ളൂ, ബസ് വന്നിട്ടില്ല എന്ന് പരക്കെ വിമർശനവും ഈ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ചില ആളുകൾ ബോധപൂർവമായി നടത്തി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരും കൂടെ ചേർന്നാണ് നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നടക്കുക. അത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വലിയ പ്രാധാന്യം നൽകിയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഞാൻ പ്രവർത്തിച്ചത്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയാണ് എൻ്റെ കാലാവധിയുള്ളത്. ഈ കാലാവധിക്കുള്ളിൽ ഈ ബസ് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് ചില ആളുകൾ രാഷ്ട്രീയമായ തീരുമാനം എടുത്തത് കൊണ്ട് മാത്രമാണ് ഇത് വൈകിയത് എന്ന് ഇവിടെ കൂടിയവരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ വി.എസ്. ജോയി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, നഗരസഭ വൈസ് ചെയർമാൻ ടി.പി. ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.എ. റഷീദ്, കൗൺസിലർ കെ.ടി. റുക്കിയ, പി.ടി.എ. സെക്രട്ടറി എം.ആർ. അനിൽകുമാർ, ബസ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ പി. അബ്ദു, കോളേജ് യൂണിയൻ ചെയർമാൻ എ.കെ. മുഹമ്മദ് സഹൽ എന്നിവർ സംസാരിച്ചു.